ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രഹരം ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത എഴുതുന്നുണ്ട്. എന്താണ് ഈ വിഷയമെന്ന് നമുക്ക് നോക്കാം. യഥാർത്ഥത്തിൽ ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. ഇസ്രായേലിനോട് അടുപ്പമുള്ള ഒരു രാജ്യവും അതിന് സമ്മതിക്കില്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫ്രാൻസ് ഇപ്പോൾ വലിയ പ്രഹരം ഇസ്രായേലിന് നൽകിക്കൊണ്ട് ഫലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഫ്രാൻസ് ഫലസ്തീനെ അംഗീകരിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം ലബനോൻ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഒരു സാമന്ത രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഫലസ്തീൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഫലസ്തീനുമായി സംസാരിച്ച് ഫലസ്തീനെ ഒരു രാജ്യമായി ഫ്രാൻസ് അംഗീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേലിന് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ അല്ലെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ കോളിളക്കം സൃഷ്ടിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇസ്രായേൽ ഇതുവരെ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമാണ് ഫ്രാൻസ് കൊടുത്തത് എന്ന് തന്നെ പറയേണ്ടി വരും. ഫ്രാൻസ് ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് വ്യാഴാഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രഖ്യാപിക്കുകയായിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റിൻ്റെ ഈ തീരുമാനം ഇസ്രായേലിനോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിൽ ഒരു പ്രധാന മാറ്റമായി കണക്കാക്കപ്പെടുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞത് എന്താണ്? മധ്യപൂർവ്വ ദേശത്തെ നീതിയുക്തവും ശാശ്വതവുമായിട്ടുള്ള സമാധാനത്തിനായുള്ള നമ്മുടെ ചരിത്രപരമായിട്ടുള്ള പ്രതിബദ്ധതയ്ക്ക് അനുസൃതമായി ഫ്രാൻസ് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. ഈ സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ഞാനിത് പ്രഖ്യാപിക്കും. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും സാധാരണക്കാരുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിലാണ് ഇക്കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചു. തുടർന്ന് ഗാസയിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനായി ഇസ്രായേൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതിപ്പോഴും തുടരുകയാണ്. ഹമാസ് നടത്തുന്ന ആരോഗ്യ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ഇസ്രായേലി ആക്രമണങ്ങളിൽ ഗാസയിൽ 50,000-ലധികം ആൾക്കാർ മരിച്ചു. തുടക്കത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയും പലപ്പോഴും യഹൂദ വിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഗാസയിലെ ഇസ്രായേലിൻ്റെ യുദ്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് സമീപ മാസങ്ങളാണ് മാറിയത്. റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞത് ലോകമെമ്പാടുമുള്ള 146 രാജ്യങ്ങളാണ് ഫലസ്തീനെ അംഗീകരിക്കുന്നത്. 1988 ഫലസ്തീനെ അംഗീകരിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. G7 രാജ്യങ്ങളിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയൊന്നും ഫലസ്തീനെ അംഗീകരിക്കുന്നില്ല. എന്നിരുന്നാലും ഫ്രാൻസ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.